ഹരി ഓം. ഇന്ന് നമ്മുടെ വൈശാഖ മാസ സ്പെഷ്യൽ പാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയുന്ന പോലെ വൈശാഖ മാസത്തിൽ ഒരുപാട് അവതാരങ്ങൾ വന്നെന്നാണ് പറയുന്നത്. നരസിംഹ അവതാരം, നമ്മൾ ഇന്നാള് നരസിംഹ ജയന്തിയുടെ സ്പെഷ്യൽ ഭൗതികമൊക്കെ കേട്ടതാണ്. പിന്നെ വേറെ പല കാര്യങ്ങളും വിശേഷമായിട്ട് പറയുന്നുണ്ട്. ഇന്നിവിടെ ഏകദേശം 18 പേര് നമ്മുടെ ഭാഗവത പാരായണം ചെയ്യുന്നു. അതിനോടൊപ്പം നമുക്കിന്ന് കുറച്ച് ഇൻട്രഡക്ഷൻ കേൾക്കാം. പത്മപുരാണത്തിലെ ഭാഗവത മഹാത്മ്യം. അതിനായിട്ട് ഞാൻ സിന്ധുവൊക്കെ ആദ്യം ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാരായണത്തിന് വേണ്ടി സുനിതക്കെ ക്ഷണിക്കുന്നു. അതേപോലെ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പിലായി രമാദേവിയൊക്കെയും ഇന്ദ്രാദേവിയൊക്കെയും 2 ദേവിമാരും ഇന്ന് ബാക്കപ്പിലുണ്ട്. അപ്പോൾ ആദ്യം ഇൻട്രഡക്ഷനായി ഞാൻ സിന്ധു ആനന്ദ് അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം അണ്ണ. ശ്രീ ഹരേ നമഃ. ഇപ്പോ നമ്മൾ ഭാഗവത മാഹാത്മ്യം, പത്മപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യത്തെ പറ്റിയാണ് ഇവിടെ ഇന്ന് പറയുന്നത്. വൈശാഖ മാസം, അതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളും നമുക്ക് പറയാം. കഥകളിലേക്ക് കടക്കാൻ സമയമുണ്ടോന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇപ്പൊ വൈശാഖ മാസം ആയതുകൊണ്ട് ഭാഗവത മാഹാത്മ്യം വായിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം? ചന്ദ്രന്റെ ഗതിക്കനുസരിച്ച് കണക്കാക്കുന്ന ചാന്ദ്രമാസമാണ് വൈശാഖ മാസം. വെളുത്തവാവ് വിശാഖ നക്ഷത്രത്തിൽ വന്നത് കൊണ്ടാണ് വൈശാഖം. അതായത് മേടമാസത്തിലെയും ഇടവമാസത്തിലെയും കറുത്ത വാവുകൾക്ക് ഇടയിൽ വരുന്ന മാസം. ദാനം, യജ്ഞം, ഹോമം, വ്രതം ഇങ്ങനെ പലതിനും ഇരട്ടി ഫലമാണ് വൈശാഖ മാസത്തിൽ. ബലരാമൻ, പരശുരാമൻ ഇവരൊക്കെ അക്ഷയ തൃതീയ ദിവസമാണ് ജനനം. ഈ വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ, വെളുത്ത പക്ഷത്തിലെ തൃതീയയാണ് അക്ഷയ തൃതീയ. വെളുത്ത പക്ഷത്തിലെ ചതുർദശി സന്ധ്യയ്ക്കാണ് നരസിംഹാവതാരം. പിന്നെ സപ്തമി ദിനത്തിലാണ് ഗംഗാ സപ്തമി. പിന്നെ വൈശാഖ മാസത്തിലാണ് കൂർമാവതാരം. അതുകൊണ്ട് ധന്വന്തരി അവതാരം, മോഹിനി അവതാരം, അമൃതകുംഭം ഇതൊക്കെ വൈശാഖ മാസത്തിലാണ്. പൗർണമി ദിവസം ബുദ്ധപൂർണിമയായി ആഘോഷിക്കുന്നു. പക്ഷത്തിലെ പഞ്ചമി ദിവസമാണ് ആദിശങ്കരാചാര്യർ ജനിച്ചത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായി വൈകാശി വിശാഖം ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, വൈശാഖ മാഹാത്മ്യത്തെ പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അനേകം കഥകളും പറയുന്നുണ്ട്. വൈശാഖ മാസത്തിലാണ് ശ്രീ നാരദന്റെ ജനനം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വൈശാഖ മാസം ഒരു പുണ്യ സമയമായി കണക്കാക്കുന്നത്. പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, കേൾക്കുക, സത്സംഗം ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക, പുണ്യതീർത്ഥ സ്നാനം ചെയ്യുക, സഹസ്രനാമം ചൊല്ലുക. അതേപോലെ വഴിയോരങ്ങളിൽ ജലം കുടിക്കാൻ വെക്കുക, പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞ് വെള്ളം, മോര് എന്നിവ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും. ഉച്ചനേരത്ത് കഞ്ഞി കൊടുക്കും. കാരണം സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു അഗ്നി നക്ഷത്ര സമയമാണ് ഇത്. യാത്രക്കാർക്ക് ജലം, കുട, ചെരുപ്പ് ഇതൊക്കെ ദാനം കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര വൈശിഷ്ട്യമുള്ള ഒരു സമയമാണ് വൈശാഖം. വേനൽക്കാലത്ത് മറ്റുള്ളവരുടെ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും തണുക്കും. അങ്ങനെ അതൊക്കെയാണ് ഈ വൈശാഖ മാസത്തിലെ വൈശിഷ്ട്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് അശ്വമേധത്തെക്കാളും മഹിമ ഉള്ളതാണ്. എന്നാൽ കലികാലത്ത് ഇത് വളരെ ഗുപ്തമായിരിക്കും. കാരണം കലികാല കൽമഷം തന്നെ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദോഷങ്ങളുള്ള കലിയുഗത്തിൽ ഒരു ആശ്വാസത്തിന്, കലികൽമഷം ഇല്ലാതാക്കാൻ ആളുകൾ എന്ത് ചെയ്യണം? എങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കും? എങ്ങനെ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും എന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ, എന്റെ ഈ സൂക്ഷ്മ രൂപം മുഴുവനായി ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശ്രീമദ് മഹാഭാഗവതം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പരമമായ മോക്ഷശാസ്ത്രമാണ് ശ്രീമദ് മഹാഭാഗവതം. അങ്ങനെ കലിയുഗം ആരംഭിക്കുന്നതിന് മുൻപ് ശൗനകാദി മഹർഷിമാർ ബ്രഹ്മാവിനെ കണ്ട് കലിദോഷ നിവാരണത്തിന് ഒരു വഴി ചോദിച്ചപ്പോൾ ഒരു നേമിയെ ഉരുട്ടിവിട്ടതായിട്ടും ആ ചക്രം എവിടെ പതിക്കുന്നുവോ അവിടെ വെച്ച് ഒരു മഹായജ്ഞം നടത്താനും ആവശ്യപ്പെട്ടു. ആ നേമി ഒരു ആരണ്യത്തിൽ വന്ന് വീണു. ആ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ ഒരു മഹാസത്രം ആരംഭിച്ചു. ആ യാഗത്തിന്റെ ഇടവേളയിൽ വേദവ്യാസന്റെ ശിഷ്യനായ രോമഹർഷണൻ പുരാണ ഇതിഹാസങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെയാണ് ഓരോ പുരാണവും രചിച്ചത് തന്നെ. ഇങ്ങനെ 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് രചിച്ച മനോഹരമായ ഒരു ഭാഷ്യമാണ് ഭാഗവതം എന്നാണ് പറയുന്നത്. 18 അധ്യായങ്ങൾ 18,000 ശ്ലോകങ്ങളിലൂടെ രചിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പുരാണമാണ്.
അതിന്റെ മാഹാത്മ്യം പത്മപുരാണത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ 2 മനോഹരമായ കഥകളുള്ള 6 അധ്യായങ്ങളാണ് പത്മപുരാണത്തിൽ. ഭക്തിദേവി എല്ലാവരുടെയും ഹൃദയത്തിൽ എങ്ങനെ സ്ഥാനം വീണ്ടെടുക്കുന്നു, അവളുടെ മക്കൾ ജ്ഞാനവും വൈരാഗ്യവും എങ്ങനെ ബോധം വീണ്ടെടുക്കുന്നു. അങ്ങനെ 2ാമത്തെ കഥ ജനന മരണ ജീവിത ചക്രത്തിൽ നിന്ന് ദുന്ദുകാരിയെ മോചിപ്പിക്കുന്ന ഗോകർണനെ കുറിച്ചുള്ള കഥയും. സമയപരിമിതി മൂലം ആ കഥയിലേക്ക് പിന്നെ കടക്കാം. ബുദ്ധിയിൽ സത്യത്തെ ഉറപ്പിക്കുക, അതാണ് സത്യം പരം ധീമഹി. എങ്ങനെ ഉറപ്പിക്കും? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. എന്താണ് സത്യം? എന്തൊക്കെ നശിച്ചാലും എന്ത് അവശേഷിക്കുന്നുണ്ടോ ആ ബോധം, അതാണ് സത്യം. വ്യാസമഹർഷി സമാധി അവസ്ഥയിൽ കണ്ടതാണ് ഭാഗവതം. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടെത്തണം. കണ്ടതല്ല അവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഭാഗവതം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ അറ്റാച്ച്മെന്റ് ആണ്, മമത. ഹിരണ്യകശിപു അഹങ്കാരമാണ്. മമത ഇല്ലാതെയാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരാളെ പൊക്കിക്കൊണ്ട് നടക്കും, കണക്കിനൊന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ പഠിക്കും, അറ്റാച്ച്മെന്റ് അപ്പോൾ തീരും. അങ്ങനെയാണ് ഹിരണ്യാക്ഷനെ കൊല്ലുന്നത് തന്നെ. അഹങ്കാരത്തെ അടിക്കാൻ പറ്റില്ല. അഹങ്കാരത്തെ കൊല്ലാൻ ഉപാസനാ ശക്തിക്ക് മാത്രമേ സാധിക്കൂ. കുണ്ടലിനിയുടെ ഉയർച്ചയാണ് ഉപാസനാ ശക്തി. അത് നട്ടെല്ലിലാണ് ഉയരുക. നട്ടെല്ല് എന്താണ്? തൂണാണ്. തൂണ് പൃഥ്വി തത്വത്തെ കുറിക്കുന്നു. ആ തത്വത്തിൽ നിന്ന് ഉപാസനാ ശക്തി ഉയർന്നു വന്ന്, അങ്ങനെ ഒരു ഉപാസനാ ശക്തി ഉണ്ടെങ്കിൽ ഒരു ചെറിയ നഖം തന്നെ ധാരാളം മതി അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. വനമാല അതെന്താണ്? ഋഷിമാരാണ് വനമാല. ഗോവർദ്ധന ഉദ്ധാരണം അതെന്താണ്? ഇന്ദ്രൻ ആരാണ്? മനസ്സാണ് ഇന്ദ്രൻ. മനസ്സിനെ സുഖിപ്പിക്കുന്ന കാര്യങ്ങളല്ല അച്ഛാ ചെയ്യേണ്ടത്, അതാണ് ഇന്ദ്രയാഗമല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ കാരണം, പ്രപഞ്ചത്തിനോട് നന്ദി പറയണം, പ്രകൃതിയെ ഉപാസിക്കണം, ഗോവർദ്ധനത്തെ പൂജിക്കൂ എന്നാണ് പറഞ്ഞത്. സന്താന ഗോപാലം കുട്ടികൾ ഉണ്ടാവാനുള്ള കഥയല്ല. ഒരു സാധകന് അവന്റെ തടസ്സങ്ങളെയും അനുഭവങ്ങളെയും എങ്ങനെ ഈശ്വരന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മറികടക്കാം എന്നുള്ള കഥയാണ്. വൃത്രൻ, നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ് വൃത്രൻ. ആ വാസനകളെ എങ്ങനെ നശിപ്പിക്കണം എന്നതാണ് വൃത്രാസുരന്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗജേന്ദ്രൻ, തന്റെ അധികാരത്തിലുള്ള അഹങ്കാരം അതുള്ള ഏതൊരാളും ആദ്യം അധികാരം ഉപയോഗിച്ചും സ്വന്തം ശക്തി ഉപയോഗിച്ചും പ്രതിസന്ധിയെ മറികടക്കാൻ നോക്കും. എല്ലാവരും വിട്ടിട്ട് പോയി, ഒറ്റയ്ക്കായി. അപ്പോഴാണ് തനിക്ക് ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അത് അകത്തുള്ള ആ ഒന്നാണ്. അങ്ങനെ ഹൃദയത്തെ സമർപ്പിച്ച് വിളിച്ചു. അതാണ് ഹൃദയ താമരയായ ആ പുഷ്പം താമര കൊടുക്കുന്നത്. പ്രഹ്ലാദൻ, ആദ്യമുണ്ടായിട്ടുള്ള ആഹ്ലാദം ഉള്ളവൻ എന്നാണ് അർത്ഥം. എന്താണ് ആദ്യമുണ്ടാവുന്ന ആഹ്ലാദം? ബ്രഹ്മാനന്ദം. അത് കണ്ടപ്പോൾ ഭഗവാന് തോന്നിയത്രേ, എനിക്കും അങ്ങനെ ഒന്ന് ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് ഗോകുലത്തിൽ വന്ന് ജീവിച്ചത്. ജീവിതം മുഴുവൻ ചിരിച്ചുകൊണ്ട് നടന്ന് സങ്കടത്തിന്റെ മഹാസാഗരത്തിൽ ജീവിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പൻ ആന്തരികമായ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. ഭാഗവതം ഒരു അക്ഷര രൂപമാണ്. ഭഗവാന്റെ അക്ഷര അവതാരമാണ് ഭാഗവതം. മരിക്കാൻ പഠിക്കുകയാണ് ഭാഗവതം. അർത്ഥവത്തായി ജീവിച്ച് മരിക്കണം. അതിന് എന്തിനു ചെയ്യണം? നിരന്തര സ്മരണ, സമർപ്പണ ബുദ്ധി, നാമസങ്കീർത്തനം. ഇപ്പോ ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാന കാര്യം നന്ദി ഉണ്ടായിരിക്കുക. ഈ ശരീരം കിട്ടിയതിന് നന്ദി ഉണ്ടായിരിക്കുക. പ്രഹ്ലാദൻ അച്ഛനോടും കൂട്ടുകാരോടും പറഞ്ഞു, നല്ലൊരു ജന്മം കിട്ടിയിരിക്കുന്നു, നഷ്ടപ്പെടുത്തരുത് എന്ന്. പക്ഷെ ആരും കേട്ടില്ല. അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല ധ്രുവനെ. അമ്മ പറഞ്ഞു കൊടുത്തു, നീ പോയി മഹാവിഷ്ണുവിനെ ധ്യാനിക്കൂ എന്ന്. ആ കുട്ടി വിഷ്ണുവിനെ ധ്യാനിക്കാൻ കൊട്ടാരം വിട്ടിറങ്ങി. അങ്ങനെ നടന്നപ്പോൾ ഒരാൾ സഹായിക്കാൻ വന്നു. എല്ലാം കാണുന്ന ഒരാളുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ. കരയുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? മതിമറന്ന് ആഹ്ലാദിക്കുമ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ സന്തോഷപ്പെടുന്നത്? ദേഷ്യം വരുമ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ചോദിക്കുന്ന ഒരാളുണ്ട്. അതാണ് സാക്ഷി, മനസ്സാക്ഷി. ആ പ്രപഞ്ചത്തിന് മുഴുവൻ ഇങ്ങനെ സാക്ഷിയായിട്ട് ഒരാളുണ്ട്. ആ ആൾ അന്വേഷിക്കുന്നതിന് ഭഗവാനെ കാണിച്ചു കൊടുക്കും. ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കും. ആ ആളെയാണ് നമ്മൾ നാരദൻ എന്ന് വിളിക്കുന്നത്. നാരദൻ സാക്ഷിയാണ്. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ബ്രഹ്മപുത്രനെ നമസ്കരിക്കൂ എന്നാണ് ഭാഗവതം പറയുന്നത്. എല്ലാ കഥകളിലും നാരദനുണ്ട്. വ്യാസമഹർഷി ഭാഗവതം എഴുതാൻ കാരണം തന്നെ നാരദമുനിയാണ്. ആദ്യത്തെ സപ്താഹം ആരാണ് നടത്തിയത്? നാരദമുനിയാണ്. ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾക്ക് വൈകുണ്ഠം എന്നത് ഒരു ലോകമല്ല, ഒരു അവസ്ഥയാണ്. എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ് വികുണ്ഠമായ ആ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാവുന്നു എന്നത് ശാസ്ത്രത്തിന് പറയാൻ പറ്റും. പക്ഷെ എന്തിന് ഉണ്ടായി എന്നത് പറയാൻ ഇന്നേ വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. അതിന് ഭാഗവതം പഠിക്കണം, വേദം പഠിക്കണം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, എങ്ങനെ സ്നേഹിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്.
ഈ കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ അതായത് ഒരു നെറ്റ്വർക്ക് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ലോ സിഗ്നൽ ആണ്. അതുകൊണ്ട് ടവർ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങിയിരിക്കണം. എന്നാൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടും. നല്ല ഹാൻഡ്സെറ്റ് വേണം. അത് ശരീരം നന്നായി പരിപാലിക്കണം. അങ്ങനെ നാമസ്മരണയിലൂടെ നമ്മളുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടി നമ്മൾ നാമസ്മരണ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. സമയപരിമിതി മൂലം കഥയിലേക്ക് കടക്കാൻ സമയമുണ്ടോ എന്നറിയില്ല. ഒരേ ഒരു കഥ ചുരുക്കി പറയാം. ഒരു രാജ്യത്ത് ഒരു വൈശ്യനുണ്ടായിരുന്നു. 5 പുത്രന്മാരും. ആദ്യത്തെ 4 പേരും സത്സ്വഭാവികളായിരുന്നു. 5ാമൻ ദൃഷ്ടബുദ്ധി അവന്റെ പേര്. അവൻ വളരെ അഹങ്കാരിയായിരുന്നു. മറ്റുള്ളവരെ പുച്ഛിച്ചും ചൂതുകളിയും വേശ്യാസ്ത്രീകളുമായി എപ്പോഴും നടക്കും. പിതൃസ്വത്ത് കൈക്കലാക്കി ദൂർത്തടിച്ച് നടക്കും. എല്ലാം വലിച്ചു വാരി കഴിക്കും. പിതാവ് ഈ മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ധരിച്ചിരുന്ന ആഭരണം വിറ്റ് തിന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. മോഷണം തൊഴിലാക്കി. എല്ലാവരും പിടിച്ചു തല്ലാൻ തുടങ്ങി. മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു തിന്നു. എന്തോ സുഹൃതം കൊണ്ടാവാം ഒരിക്കൽ കൗണ്ഡിന്യന്റെ ആശ്രമത്തിൽ ചെന്നെത്തി. ആ മഹർഷി ഗംഗയിൽ സ്നാനം കഴിഞ്ഞു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള നടത്തം കൊണ്ട് ആ വസ്ത്രത്തിൽ നിന്ന് ഒരു തുള്ളി ജലം ഈ ദൃഷ്ടബുദ്ധിയുടെ ശരീരത്തിൽ തെറിച്ചു വീണു. അയാൾ ചെയ്തുപോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി എന്നാണ് പറയുന്നത്. അയാൾ കൈകൂപ്പിക്കൊണ്ട് മുക്തിമാർഗം ഉപദേശിച്ചു തരുവാൻ മുനിയോട് അപേക്ഷിച്ചു എന്നാണ് ആ കഥ. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള പല കഥകളും വൈശാഖ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഒരു നൃഗരാജാവിന്റെ മകനായ കീർത്തിമാന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല 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 കഥകളും വൈശാഖ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടായും നമ്മൾ യൂട്യൂബിൽ പലതും കാണാൻ സാധിക്കും. അങ്ങനെ ഈ പഠനം എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് ഉള്ളിൽ ഉറപ്പിച്ചാൽ തന്നെ ജീവിതം ധന്യമാവും. ഋഷിമാർ എന്തിനു വേണ്ടിയാണോ ഭാഗവതം പഠിക്കാൻ പറഞ്ഞത്, ആ കലിദോഷ നിവാരണം യഥാർത്ഥത്തിൽ സാധ്യമാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. നമസ്കാരം. ഹരിയോ. അപ്പം നമുക്ക് ഭാഗവത മഹാത്മ്യത്തെ കുറിച്ചൊരു ചെറിയൊരു വിവരണം കിട്ടി. ഇനി അടുത്തതായിട്ട് ഇതിലെ ധ്യാന ശ്ലോകം ചൊല്ലാനും അതേമാതിരി ആദ്യത്തെ പ്രഥമ അധ്യായത്തിലെ 1 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാനും വേണ്ടി സുനിതാക്കയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോക്ക. ഓം ഗം ഗണപത്യൈ നമഃ. ഓം ഗം ഗണപത്യൈ നമഃ. ഓം ഗം ഗണപത്യൈ നമഃ. ഓം സം സരസ്വത്यै നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുത്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുത്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. അഥ പ്രഥമോऽധ്യായഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ അബ്രവീത്. ശൗനക ഉവാച. അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ മഹാൻ. മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയത്തെ കഥം. ഇഹം ഘോരേ കലൗ പ്രായോ ജീവച്ഛാസുരതാം ഗതഃ. ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭാവേ ശ്രേയ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം ത്വദ്വദാധുനാ. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. സൂത ഉവാച. പ്രീതി ശൗനക ചിത്തേ തേ ഹ്യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്ത്യാഖവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേതി ഭാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാലമുഖഗാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധ്യൈ ന വിദ്യതേ. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ. സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ. കഥാസുധാം പ്രയച്ഛസ്യ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീതയാം. പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാചാ ക്വ മണിർമഹാൻ. ബ്രഹ്മരാതോ വിചാര്യൈവം തദാ ദേവാൻ ജഹാസഃ. അഭക്താംസ്താം ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം. ശ്രീമദ്ഭാഗവതേ വാർത്താ സുരാണാമപി ദുർലഭ.
राज्ञो मोक्षं तथा वीक्ष्य पुरादादापि विस्मितः सत्यलोके तुलाबद्ध्वा तोलयल् स्वादनान्यच लघुन्यनानि जातानि गौरवेण इदं मह तदा ऋषिगणा सर्वे विस्मयं परमं ययो मेनिरे भगवद्रूपं शास्त्रं भागवतं कलौ पठनात् श्रवणात् सद्यो वैकुण्ठफलदायकं सप्ताहेन श्रुतं चैतत् सर्वथा मुक्तिदायकं सनकाद्यै पुरा प्रोक्तं नारदाय दयापरेः यद्यपि ब्रह्मसम्बन्ध सुतभेदत् सुरक्षिणा सप्ताहश्रवणविधि कुमारे तस्य भाषितः शौनक उवाच लोकविग्रहमुक्तस्य नारदस्य शिरस्य च विधिश्रवे कुतप्रीति संयोगः कुत्र तैः सह सूत उवाच अत्र ते कीर्तयिष्यामि भक्तियुक्ता कथानकं शुकेन मम यत् प्रोक्तं रहशिष्यविचार्य च एकदा हि विशालायां चत्वारः ऋषयो मलः सत्सङ्गार्थं समायात ददृशु तत्र नारदं कुमारौञ्जु कथं ब्रह्मन् दीनमुखः कुतश्चिन्तातुरो भवान् त्वरितं गम्यते कुत्र कुतश्चागमनं तव इदानीं शून्य चित्तोऽसि गतवित्तो यदा जनः तवेदं मुक्तसङ्गस्य नोचितं वद कारणं नारद उवाच अहं तु पृथ्वीं यादो ज्ञात्वा सर्वोत्तमामिति पुष्करं च प्रयागं च काशीं गोदावरीं तथा हरिक्षेत्रं कुरुक्षेत्रं श्रीरङ्गं सेतुबन्धनम् एवमादिषु तीर्थेषु भ्रममाण इतस्तथा नापश्यं कुत्रचिच्चर्म मनसन्तोषकारकं कलिना धर्ममित्रेण धरेयं वादिनाधुना सत्यं नास्ति तपःशौचं दयादानं न विद्यते उदरं वरिणो जीवा वरागा कूटभाषिणा मन्दा सुमन्दमतयो मन्दभाग्याहुपद्रुताः पाखण्डनिरता सन्तो विरक्ता सपरिग्रहा तरुणी प्रभुता गेहे शालको बुद्धिदायकः कन्या विक्रयिणो लोभात् दम्पतीनां च कल्कनम् आश्रमा यवनैर्युद्धास्तीर्थानि सरितस्तथा देवतायतनान्यत्र दुष्टैर्नष्टानि भूरिशः न योगी नैव सिद्धो वा न ज्ञानी सत्क्रियो नरः कलिदावानलेनाद्य साधनं भस्मतां गतम् अट्टशूला जनपदा शिवशूला द्विजादयः कामिन्यश्केशशूलिन्यः सम्भवन्ति कलाविह एवं पश्यन् कलैर्दोषान् पर्यटन्नवनीमहं यामुनं तडमापन्नो यत्र लीला हरेरभूत् तत्राश्चर्यं मया दृष्टं श्रूयतां तन्मुनीश्वराः एका तु तरुणी तत्र निषण्णा खिन्नमानसा वृद्धौ द्वौ पतितौ पार्श्वे निःश्वसन्तावचेतनौ शुश्रूषन्ति प्रबोधन्ति रुदन्ति च तयो पुरः दश दिक्षु निरीक्षन्ति रक्षितारं निजं वपुः बीज्यमाना शतस्त्रीभिर्बोध्यमाना मुहुर्मुहुः दृष्ट्वा दूरात् गतः सोऽहं कौतुकेन तदन्तिकं मां दृष्ट्वा चोत्थिता बाला विह्वला चाब्रवीत् वचः बालोवाच भो भो साधो क्षणं तिष्ठ मच्चिन्तामपि नाशय दर्शनं तव लोकस्य सर्वदाघहरं परम् बहुधा तव वाक्येन दुःखशान्तिर्भविष्यति यदा भाग्यं भवेत् भूरि भवतो दर्शनं तदा नारद उवाच कासि त्वं काविमौ चेमा नार्यका पद्मलोचनाः वद देवी सविस्तारं स्वस्य दुःखस्य कारणम् बालोवाच अहं भक्तिरिख्याता इमौ मे तनयौ मतौ ज्ञानवैराग्यनामानौ कालयोगेन जर्जरौ गङ्गाध्यासरितश्चेमा मत्सेवार्थं समागताः तदापि न च मये श्रेयः सेविताया सुरैरपि इदानीं शृणु मद्वार्ता सच्चित्तस्त्वं तपोधन वार्ता मे विदताप्यस्ति तां श्रुत्वा सुखमावह उत्पन्ना द्राविडे साहं वृद्धिं कर्णाटके गता क्वचित् क्वचित् महाराष्ट्रे गुर्जरे जीर्णतां गता
തത്ര ഘോരകലർയോഗാത് പാഖണ്ഡൈ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹമന്തതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സുരൂപിണി ജാതാഹം യുവതി സമ്യക് പ്രേഷ്ടരൂപാതു സാമ്പ്രതം ഇമൗ തു ചൈതാവത്ര സുതൗ മേ ക്ലിശ്യതശ്രമാത് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരടത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണീ കസ്മാത് സൂതൗ വിമൗ കുതഃ ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം കടതേ ജരഠമാതാ തരുണൗ തനയാ വിധി അധശ്ചോജാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത്. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഹേ ന വിഷാദസ്ത്വയാ കാര്യോ കരിംശം തേ കരിഷ്യതി. സൂത ഉവാച ക്ഷണമാത്രേണ തജ്ജാത്വാ വാക്യമൂലേ മുനീശ്വരഃ. നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണഃ കലിഃ തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്തപാംസിജാം ജനാ അദ്യാസുരായന്തേ ശാഠ്യദുഷ്കർമ്മണകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ തത്തേ ധൈര്യം തു യോ ധീമാൻ സധീരഃ പണ്ഡിതോധവ അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധരാ വർഷേ വർഷേ ക്രമാജ്ജാത മംഗളം നാവിദൃശ്യതേ നത്വാമപി സുതൈ സാഗം ഓ വിപശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർ ജർജരത്വേന സംസ്ഥിതാം വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി യത്ര ചാം അത്രയമോ ഗ്രാഹകാ ഭാവാൻ ന ജരാമപി മുഞ്ചതഃ കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേ നയോഃ. ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിക്കലി പ്രവൃത്തേതു കലൗ സർവസാര കുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപി അധർമ്മക സമീഷ്യതേ ഇമം മേ സംശയം ചിന്തി ത്വദ്വാചാ സുഹിതാസ്മ്യഹം. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. യഥാ മുകുന്ദോ ഭഗവാൻ സ്മാം തെക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാത സർവസാധന ബാധക ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞ ദീനവശരണം ഗത ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭോ യദ്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ഫലം ലഭതേ സമ്യക് കലോ കേശവ കീർത്തനാത്. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവസാരനീരസം വിഷ്ണുരാധ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച കുകർമാചരണാത് സാര സർവദോ നിർഗതോധുനാ പദാർത്ഥാ സംസിതാ ഭൂമോ ബീജഹീനാസ്തുഷാ യഥാ വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാ സാരസ്തദോ ഗതാം. അത്യുഗ്രഭൂരി കർമാണോ നാസികാരൗരവാജന തേപി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തദോ ഗതാം. കാമക്രോധമഹാലോഭ തൃഷ്ണാവ്യാകുലചേതസ തേപി തിഷ്ടന്തി തപസി തപസാരസ്തദോ ഗതാം. മനസ്സച്ഛായാലോപാത് ദംഭാത് ഭാഗണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാശൈവ ധ്യാനയോഗ ഫലം ഗതം. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷാ ഇവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷ മുക്തി സാധനേ നഹി വൈഷ്ണവദാ കുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയന്തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അധസ്തു പുണ്ഡരീകാക്ഷ സഹദേ നികടേ സ്ഥിത. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂജേ വജോ ഭൂയ ശ്രൂയതാം തച്ച ശൗനകാം. ഭക്തിരുവാച സുരേഷേ ത്വം ച ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതി മായാം യസ്യാഖായാതവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവോത്പദമഭി യാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ
ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തിനാരദ സംവാദോ നാമ പ്രഥമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വിതീയോऽധ്യായः. നാരദ ഉവാച വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ദ്രൗപദീ ച പരിത്രാതാ യേന കൗരവകശ്മലാത് പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണഃ ക്വാപി नो गतः. त्वं तु भक्तिप्रिया तस्य सततं प्राणदोदिका त्वया हूतस्तु भगवान् यादिनी च गृहेष्वपि. सत्यादित्रियुगे बोधवैराग्यौ मुक्तिसाधकौ कलौ तु केवला भक्तिर्ब्रह्मसायुज्यकारिणी. इति निश्चित्य चिद्रूप सद्रूपां त्वां ससर्जः परमानन्दचिन्मूर्ति सुन्दरीं कृष्णवल्लभाम्. बद्ध्वाञ्जलिं त्वया पृष्टं किं करोमीति चैकदा त्वां तदा ज्ञापयत् कृष्णो मद्भक्तान् पोषयेति च. अङ्गीकृतं त्वया तद्वै प्रसन्नो भ्रूधरिस्तदा मुक्तिं दासीं ददौ तुभ्यं ज्ञानवैराग्यकाविमौ. पोषणं स्वेन रूपेण वैकुण्ठे त्वं करोषि च भ्रूमौ भक्तविपोषाय छायारूपं त्वया कृतं. मुक्तिं ज्ञानं विरक्तिं च सह कृत्वा गदा भुवि कृतादि द्वापरस्यान्तं महानन्देन संस्थिता. कलौ मुक्तिक्षयं प्राप्ता पाखण्डामयपीडिता त्वदाज्ञया गता शीघ्रं वैकुण्ठं पुनरेव सा. स्मृता त्वयापि छात्रैव मुक्तिरायाति याति च पुत्रीकृत्य त्वयेमौ च पार्श्वे सस्वैव रक्षितौ. उपेक्षात खलौ मन्दौ वृद्धौ जातौ सुधौ तव तथापि चिन्तां मुञ्जत्वमुपायं चिन्तयाम्यहम्. कलिना सदृश कोऽपि युगो नास्ति वरानने तस्मिस्त्वां स्थापयिष्यामि गेहे गेहे जने जने. अन्यधर्मां पुरस्कृत्य महोत्सवान् तदा नाहं हरेर्दासो लोके त्वां न प्रवर्तये. तदन्विदाश्च ये जीवा भविष्यन्ति कलाविह पापिनोऽपि गमिष्यन्ति निर्भयं कृष्णमन्दिरम्. येषां चित्ते वसेद्भक्तिः सर्वदा प्रेमरूपिणी न ते पश्यन्ति कीनाशं स्वप्नेऽप्यमलमूर्तयः. न प्रेतो न पिशाचो वा रक्षसो वासुरोऽपि स भक्तियुक्तमनस्कानां स्पर्शनेन प्रभुर्भवेत्. न तपोर्भिन्नवेदैश्च न ज्ञानेनापि कर्मणा हरिर्हि साध्यते भक्त्या प्रमाणं तत्र गोपिकाः. नृणां जन्मसहस्रेण भक्तौ प्रीतिर्हि जायते कलौ भक्तिर्भक्त्या कृष्णपुरस्थितः. भक्तिद्रोहकराये च ते सीदन्ति जगत्त्रये दुर्वासा दुःखमापन्ना पुरा भक्तविनिन्दकः. अलं व्रतैरलं तीर्थैरलं योगैरलं माघैः अलं ज्ञानकदालाभैर्भक्तिरेकैव मुक्तिदा. सूत उवाच इति नारदनिर्णीतं स्वामाहात्म्यं निशम्य सा सर्वाङ्गपुष्टिसंयुक्ता नारदं वाक्यमब्रवीत्. भक्तिरुवाच अहो नारदधन्योऽसि प्रीतिस्ते मयि निश्चला न कदाचिद्विमुञ्जामि चित्ते स्थास्यामि सर्वदा. कृपालुना त्वया साधो मद्बाधात्वंसि दाक्षणात् पुत्रयोश्चेतना नास्ति ततो बोधय बोधय. सूत उवाच तस्य वचसमाकर्ण्य कारुण्यं नारदो गतः तयोर्बोधनमारेभे कराग्रेण विमर्दयन् मुखं संयोज्य कर्णान्ते शब्दमुच्चै समुच्चरन् ज्ञानप्रबुद्ध्यातां शीघ्रं रे वैराग्य प्रबुद्ध्यातां. वेदान्तघोषैश्च गीतापाठैर्मुहुर्मुहुः बोध्यमान
विद्यमानौ तदा तेन कथञ्चिच्चोतिथौ बलात् नेत्रैरनवलोकन्तौ जिह्रन्तौ सावुभौ भगवत्फलितौ प्राय शुष्ककाष्ठः समाङ्गगौ शुक्षामौ तौ निरीक्षैव पुनः स्वापपरायणौ ऋषिश्चिन्तापरो जाता किं विधेयं मयेति च अहो निद्रा कथं याति वृद्धत्वं च महत्तरं चिन्तयन्निति गोविन्दं स्मारयामास भार्गव व्योमवाणी तदैव भून्मा विद्यादामिति खिद्याधामिति युद्धमः सफलेस्तेयं भविष्यति न संशयः एतदर्थं तु सत्कर्मासुरर्षे त्वं समाचर तत्ते कर्माभिदास्यन्ति साधवः साधुभूषणाः सत्कर्मणि कृते तस्मिन् सनिद्रावृद्धदानयोः गमिष्यति क्षणात् भक्ति सर्वदा प्रसरिष्यति इत्याकाशवचः स्पष्टं तत्सर्वैरपि विश्रुतं नारदो विस्मयं लेभे नेदं ज्ञातमिति ब्रुवन् नारद उवाच अनयोकाशवाण्यापि गोप्यत्वेन निरूपितं किं वा तत्साधनं कार्यं येन कार्यं भवेत् तयोः क्व भविष्यन्ति तन्तस्ते कथं गास्यन्ति साधनं मया अत्र किं प्रकर्तव्यं यदुक्तं व्योमभाषया सूत उवाच तत्र द्वावपि संस्थाप्य निर्गतो नारदो मुनिः तीर्थं तीर्थं विनिष्क्रम्य पृच्छन् मार्गे मुनीश्वरान् वृत्तान्तः श्रूयते सर्वै किञ्चिन्निश्चित्य नोच्यते असाध्यं केचन प्रोचुर्दुर्ज्ञेयमिति चापरे मूकीभूतास्तथान्ये तु क्रियन्तस्तु पलायिताः हाहाकारो महानासीत् त्रैलोक्यविस्मयावः वेदवेदान्तघोषैश्च गीतापाठैर्विबोधितं भक्तिज्ञानविरागाणां नोदतिष्ठत्रिकं यथा उपायो नापरोऽस्तीति कर्णे कर्णे जपञ्जना योगिना नारदेनापि स्वयं न ज्ञायते तु यत् तत्कथं शक्यते वक्तुमिदैरैरिह मानुषैः एवं चर्षिगणैपुष्टै निर्नियोक्तं दुरासदं ततश्चिन्तारुसोधाबदरीवनमागतः तपश्चरामि जात्रेति तदर्थं कृतनिश्चयः तावद्दर्श पुरतः सनकाद्यान् मुनीश्वरान् कोटिसूर्यसमाभासनुवाच मुनिसत्तमः इदानीं भूरिभाग्येन भवद्भवि सङ्गमस्थितः कुमारवदतां शीघ्रं कृपां कृत्वा ममोपरि भवन्तो योगिनः सर्वे बुद्धिमन्तो बहुश्रुताः पञ्चहायन संयुक्ता पूर्वेषामपि पूर्वजाः सदा वैकुण्ठनिलया हरिकीर्तनतत्पराः लीलामृतरसोन्मत्ता कथामात्रैकजीवनः हरिशरणमेवं हि नित्यं येषां मुखे वचः अध कालसमादिष्टा जरायुष्मान्न बाधते येषां भूभङ्गमात्रेण द्वारपालौ हरे पुरा भूमौ निपतितौ सद्यो यत्कृपादपुरङ्गतौ अहो भाग्यस्य योगेन दर्शनं भवतामिह अनुग्रहस्तु कर्तव्यो मैदीने दया परैः अशरीरगिरोक्तं यत्तत् किं साधनामुच्यतामनुष्ठेयं कथं तावत् प्रब्रुवन्तु तविस्तरं भक्तिज्ञानविरागाणां सुखमुत्पद्यते कथं स्थापनं सर्ववर्णेषु प्रेमपूर्वं प्रयत्नतः कुमारोषु मा चिन्तां कुरुते वर्षे हर्षं चित्ते समावह उभाय सुखसाध्योऽत्र वर्तते पूर्व एव हि अहो नारदधन्योऽसि विरक्तानां शिरोमणिः सदा श्रीकृष्णदासानामग्रणीरोग्य भास्करः त्वयि चित्रं न मन्तव्यं भक्त्यर्थमनुवर्तिनी खडदे कृष्णदासस्य भक्ते स्थावनदा सदा ऋषिभिर्बहवो लोके पन्थान प्रकटीकृताः श्रमसाध्यश्च ते सर्वे प्रायं स्वर्गफलप्रदाः वैकुण्ठसाधकपन्था स तु गोप्यो हि वर्तते तस्योपदेष्टपुरुषा प्रायो भाग्येन लभ्यते दृष्टं व्योमवाचा पुरा तदुच्यते शृणुष्याद्य स्थिरचित्तप्रसन्नति द्रव्ययज्ञास्तपो यज्ञा योगयज्ञास्तदा परे स्वाध्वा यज्ञानयज्ञा च ते तु कर्म विसूचकाम् सत्कर्मसूचको नूनं ज्ञानयज्ञ स्मृतो बुधै
ശ്രീമദ്ഭാഗവതാലാപ സതുഗീതസുഖാഭിധി ഭക്തിജ്ഞാന വിരാഗാണാം തത്ഘോഷേണ ബലം മഹത് പ്രജിഷ്യതി തയോ കഷ്ടം സുഖം ഭക്തിർഭവിഷ്യതി പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേ കലേർദോഷാ ഇവേ സർവേ സിംഹശബ്ദാദ്ഭൃഗാ ഇവ ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തദത്ക്രീഡാം കരിഷ്യതി. നാരദ ഉവാച വേദവേദാന്തഘോഷൈച്ഛാത് ഗീതാപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാനാം നോദതിഷ്ഠത്രികം യഥാ ശ്രീമദ്ഭാഗവതാലാപാത് യത്കഥം ബോധമേഷ്യതി തത്കഥാ സുതേ വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ ചിന്തന്തു സംശയം ഹേനം ഭവന്തോ മോഹദർശന വിളംബോ നാത്ര കർത്തവ്യ ശരണാഗത വത്സലാഹ. കുമാരവൂചു വേദോപനിഷദാസാരാജ്യാദാ ഭഗവതി കഥാ അത്യുത്തമാ തദോപാധി പ്രഗദ്ഭൂത ഫലാകൃതി ആമൂലാഗ്രം രസസ്തിഷ്ടന്നാസ്തേന സ്വാധ്യതേ യഥാ സപൂയ സംസ്കൃതഭൂത ഫലേ വിശ്വമനോഹരാ യഥാ ദുഃഖേ സ്ഥിതം സർപ്പിണ സ്വാദായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ഗവ്യം ദേവാനാരസവർദ്ധനം ഇക്ഷൂണാമാദിമദ്യാന്തം ശർക്കരാ വ്യാപ്തതിഷ്ഠതി പൃഥഗ്ഭൂതാ ച സാമിഷ്ട തഥാ ഭഗവതി കഥാ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാന വിരാഗാണ സ്ഥാപനായ പ്രകാശിതം വേദാന്ത വേദ സുസ്നാദേ ഗീതയാ അഭികർത്തരേ പരിതാപവതി വ്യാസേ മുഹ്യത്യജ്ഞാനസാഗരേ തഥാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോക സമന്വിതം തദീയ ശ്രവണാത് സദ്യോ നിർബാധോ ബാദരായണഃ തത്ര തേ വിസ്മയക്കേന യദ പ്രശ്നകരോ ഭവാൻ. ശ്രീമദ്ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. നാരദ ഉവാച യദ്ദർശനം ച വിനിഹന്ത്യശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷശോഷമുഖ ഗീതകഥൈകപാനാം പ്രേമപ്രകാശകൃതയേ ശരണം ഗതോസ്മി. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ഫലവതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹ മദാന്ധകാര നാശം വിദായ ഹി തതോ ദയതേ വിവേകഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ കുമാര നാരദ സംവാദോ നാമ ദ്വിതീയോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായഃ. നാരദ ഉവാച കരിഷ്യാമി സുഖശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നത പുത്രകാര്യോ മയാ യജ്ഞസ്ഥലം തദ്വാച്യതാമിഹ മഹിമാ സുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈ കിയദ്ഭിർദിവസൈ ശ്രാവ്യ ശ്രീമദ്ഭാഗവതി കഥാ കോ വിധിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവതാമിത. കുമാരാവൂജു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപേ തു തടമാനന്ദ നാമകം നാനാകൃഷിഗണർജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാതരുലതാകീർണം നവകോമളപാലുകം രമ്യമേകാന്തദേശസ്ഥം ഹേമപത്മസുസൗരഭം യൽസമീപസ്ഥജീവാനാം വൈരം ചേതസി ന സ്ഥിതം ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നത അപൂർവരസരൂപാ ച കഥാ തത്ര ഭവിഷ്യതി പുരസ്തം നിർബലം ചൈവ ചരാജീർണകളേബരം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി യത്ര ഭാഗവതീ വാർത്താ തത്ര ഭക്ത്യാദികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തഥാ ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാ യഥാ യാഥാസ്തടം തേ തു തഥാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാ ധാവന്തോപ്യായയുഃ സർവേ പ്രഥമം യേ ച വൈഷ്ണവാ ഭൃഗുർവസിഷ്ഠശ്ച വനശ്ച ഗൗതമോ
മേധാതിഥിർദേവലദേവദേവരാദൗ രാമസ്തദാഗാദി സുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാത്രിജ യോഗേശ്വരൗ വ്യാസപരാശരൗ ച ഛായാശുകോ ജാജലി ജഗ്നുമുഖ്യ സർവേപ്യമീ മുനിഗണാ സഹപുത്രശിഷ്യ സ്വസ്ത്രീയഭീരായുരതി പ്രണയേന യുക്താം വേദാന്താനി ച വേദാശ്ച മന്ത്രാസ്തന്ത്രാസമൂർത്തയ ദശ സപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായയു ഗംഗാദ്യാ സരിതസ്തത്ര പുഷ്കരാതിസരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ച നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവ ഗുരുത്വത്ര നായാതാൻ ഭൃഗു സംബോധ്യ ചാനയത് ദീക്ഷിതാ നാരദേ നാഥ ദത്തമാസനമുത്തമം കുമാരാവന്ദിത സർവൈർനിഷേധു കൃഷ്ണ തത്പര വൈഷ്ണവാശ്ച വിരക്താശ്ച ജ്ഞാസിനോ ബ്രഹ്മചാരിണ മുഖഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതഃ. ഏകഭാഗേ ഋഷിഗണാസ്തദന്യത്ര ദിവൗകസ വേദോപനിഷദോ നത്ര തീർത്ഥാന്യത്ര സ്ത്രയോന്യതഃ ജയശബ്ദോ നമശബ്ദഃ ശംഖശബ്ദസ്തദൈവ ച ചൂർണലാജാ പ്രസൂനാനാം നിക്ഷേപ സുമഹാനഭൂത് വിമാനാനി സമാരുഹ്യ ഹിയന്തോ ദേവനായകാഃ കൽപവൃക്ഷ പ്രസൂനൈസ്താൻ സർവാംസ്തത്ര സമാകിരൻ. സൂത ഉവാച ഏവം തേഷ്വേകചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യമൂജിരേ സ്പഷ്ടം നാരദായ മഹാത്മനെ. കുമാരാവൂജുഃ അതദേ സംപ്രവക്ഷ്യാമോ മഹിമാശുകശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിതാഃ. സദാ സേവ്യ ശ്രീമദ്ഭാഗവതീ കഥാ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഗ്രന്ഥോഷ്ടദശസാഹസ്രോ 12 സ്കന്ധ സംവിദഃ പരീക്ഷിച്ചുക സംവാദഃ ശൃണു ഭാഗവതം ച തത്. താവത് സംസാര ചക്രേസ്മിൻ പ്രമദേ ജ്ഞാനദ പുമാൻ യാവത് കർണഗദാ നാസ്തി ശുകശാസ്ത്ര കഥാക്ഷണം. കിം ശ്രുതൈർബഹുഭിः ശാസ്ത്രൈः പുരാണൈശ്ച ഭ്രമാവഹൈः ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. അശ്വമേധ സഹസ്രാണി വാജപേയശതാനി ച ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രുതയേ സമ്യക് ശ്രീമദ്ഭാഗവതം നരൈഃ. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗഹം ശുകശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പടസ്വ സമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. വേദാതിർവേദമാദാ ച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവ ച. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മകഃ ബ്രാഹ്മണാച്ഛാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. തുളസീജ വസന്തശ്ച പുരുഷോത്തമ ഏവ ച ഏതേഷാം തത്വതഃ പ്രാജ്ഞൈർ ന പൃഥക് ഭാവയിഷ്യതേ. യശ്ച ഭാഗവതം ശാസ്ത്രം വാജയേദർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയഃ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയഃ നിത്യം പുണ്യമാപ്നോതി രാജസൂയാശ്വമേധയോഃ. ഉക്തം ഭാഗവതം നിത്യം കൃതം ച ഹരിചിന്തനം തുളസീ പോഷണം ചൈവ ധേനൂനാം സേവനം സമം. അന്ധകാലേ തു യേനൈവ ശ്രൂയതേ ശുകശാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോऽപി പ്രയച്ഛതി. ഹേമസിംഹയുധം ചൈതദ് വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായൂജ്യം സമുപാപുമാൻ ലഭതേ ധ്രുവം. ആജന്മമാത്രമപി യേന ഷഡേന കിഞ്ചിത്
ചിത്തം വിദായ സുഖശാസ്ത്ര കഥാനപീത ചാണ്ഡാലവച്ചകരവദ്വദതേന നീതം മിഥ്യാസ ജന്മജനനീ ജനി ദുഃഖഭാജ ജീവച്ഛവോ നിഗദിത സതു പാപകർമ്മ യേന ശ്രുതം ശുക കഥാവചനം ന കിഞ്ചിത് ദിക്തം തരം പശുസമം ഭുവി ഭാരഭാരൂപം ഏവം വദന്തി ദിവിദേവ സമാജമുഖ്യാഃ ദുർലഭൈവ കഥാ ലോകേ ശ്രീമദ്ഭാഗവതോദ്ഭവ കോടിജന്മ സമുത്തേന പുണ്യേനൈവ തു ലഭ്യതേ തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നത ദീനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മദം സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശ്രവണം മദം അശക്യത്വാത് കലൗ ബോധ്യോ വിശേഷോത്ര ശുഗാജ്ഞയ മനോവൃത്തിജയസ്യൈവ നിയമാചരണം തഥാ തീക്ഷാം കർത്തുമശക്യത്വാത് സപ്താഹ ശ്രവണം മദം ശ്രദ്ധാദശ്രവണേ നിത്യം മാഘേ താവദ്യത് ഫലം തത്ഫലം ശുഗദേവേന സപ്താഹ ശ്രവണേ കൃതം മനസശ്ചാജയാദ്രോഗാത് പുംസാം ചൈവായുഷക്ഷയാത് കലേർദോഷഭൂത്വാച്ഛ സപ്താഹ ശ്രവണം മദം യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹ ശ്രവണേ ലഭേത് യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ഛൈസ്തീർത്ഥാത് നിത്യം ഹി ഗർജതി യോഗാത് ഗർജതി സപ്താഹോ ധ്യാനാത് ജ്ഞാനാത് ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ രേ രേ ഗർജതി ഗർജതി ശൗനക ഉവാച സാശ്ചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാതിസൂചകം സൂത ഉവാച യഥാ കൃഷ്ണോദരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യാപ്യുദ്ധവോ വാക്യമബ്രവീത് ഉദ്ധവ ഉവാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിദായ ച മച്ചിത്തേ മഹതീ ചിന്താ താം ശ്രുത്വാ സുഖമാവഹ ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃ കലാഃ തത്സംഗേനൈവ സന്തോപി ഗമിഷ്യന്ത്യുഗ്രതാം യദാ പാർവതി ഭൂമിർഗോരൂപേയം ഗമാശ്രയേത് അന്യോന ദൃശ്യതേ ത്രാതാതൊത്ത കമലലോചന അധസ്തത്സുദയം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയ ത്വദ്വിയോഗേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചിത് വിചാരയ ഇത്യുദ്ധവ ഭജ ശ്രുത്വാ പ്രവാസേ ചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച സ്വകീയം യദ്ഭവത്തേജസ് അച്ച ഭാഗവതേ ദധാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം തേനേയം വാങ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി സപ്താഹ ശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലൗ ധർമ്മോയമീരത ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലൗ ധർമ്മോയമീരത അന്യഥാ വൈഷ്ണവീ മായാ ദേവൈരപി സുതിത്യജ കഥം ത്യാജ്യാത് ഭവേത് ത്വം ഹി സപ്താഹോദ പ്രകീർത്തിത സൂത ഉവാച ഏവം നഗാഹ ശ്രവണോരു ധർമ്മേ പ്രകാശ്യമാനേ ഋഷിഭിः സഭായാം ആശ്ചര്യമേകം സമഭൂതധാനീം ദദുച്യതേ സംശൃണു ശൗനക ത്വം ഭക്തിസുദൗദൗ ധരണോ ഗൃഹീത്വാ പ്രേമൈകരൂപാ സഹസാ വിരാസീത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി താം ജാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദൃശുസ്തദസ്യ കഥം പ്രവിഷ്ടാ കഥമാഗതേയം മധ്യേ മുനീനാമൃതർക്കയന്താ ഊജുഃ കുമാരാ വചനം തദാനീം കഥാർത്ഥതോ നിഷ്പതിതാധുനേയം ഏവം ഗിരഃ സാ സസുതാ നിശമ്യ
സനത്കുമാരം നിജഗാതനമ്രാ ഭവദ്ഭിരദ്ദേവ കൃതാസ്മി പുഷ്ട കലിപ്രണഷ്ടാപി കഥാരസേന വാകം ദിഷ്ടാമ്യധുനാ ബ്രുവന്തു രാമായിദം ദാംഗിരമൂചിരേതേ ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർत्री പ്രേമൈകധത്രീ ഭവരോഗഹന്ത്രി സത്വം ജതിഷ്ഠസ്വധുതൈര സംശയ നിരന്തരം വൈഷ്ണവമാനസാനി തതോ വിദോഷ കലിജായമേ ത്വാം ദ്രഷ്ടും ന ശക്ത പ്രഭവോപി ലോകേ ഏവം തദജ്ഞാവസരേ വിഭക്തി തഥാ നിഷണ്ണാ ഹരിദാസചിത്തേ സകല ഭുവന മധ്യേ നിർധനാസ്തേപി ധന്യ നിവസതി ഹൃദയേഷാം ശ്രീകരേർഭക്തിരേഖ ഹരിരവ നിജലോകം സർവധാതോ വിഹായ പ്രവിശതി ഹൃദി തേഷാം ഭക്തിസൂത്രോപനദ്ധ ധൂമോദ്യതേ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിധസ്യ യത്സംശയാ നിഗദിതേ ലഭതേ സുഭക്ത സോകാ കൃഷ്ണ സമതാമലമന്യധർമ്മൈ ഇതി ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഭക്തികഷ്ടനിവർത്തനം നാമ തൃതീയോധ്യായഃ. ശ്രീഹരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർത്ഥോധ്യായഃ. സൂത ഉവാച അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല വനമാലീ ഘനശ്യാമ പീതവാസാ മനോഹര കാഞ്ചീകലാപരുചിരോ വസന്മുകുടകുണ്ഠല ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിത കോടിമന്മഥലാവണ്യോ ഹരിചന്ദന ചർച്ചിത പരമാനന്ദ ചിന്മൂർത്തിർമധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉദ്ധവാദയ തത്കഥാ ശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാ തദാ ജയ ജയാരാവോ യസപുഷ്ടിരലൗകികീ ചൂർണപ്രസൂന വൃഷ്ടിശ്ച മുഹുഃ ശങ്കരവോപ്യഭൂത് തത്സഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതി ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത് അലൗകികോയം മഹിമാ മുനീശ്വര സപ്താഹജന്യോദ്യ വിലോകിതോ മയാ മൂഢാഷടായേ പശുപക്ഷിണോത്ര സർവോപി നിഷ്പാപതമാ ഭവന്തി അദോ നൃലോകേ നനു നാസ്തി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലൗ പവിത്രം അഖൗകവിധ്വംസകരം തഥൈവ കഥാസമാനം ഭുവി നാസ്തി ചാന്യതേ കേകേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗ കുമാരൗജു ഏ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗകാ ക്രോധാഗ്നിദഗ്ധാ കുടിലാശ്ച ഗാമിന സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ സത്യേന ഹീനാ പിതൃമാതൃദൂഷകാ കൃഷ്ണാകുലാശ്ചാശ്രമധർമ്മവർജിതാ ഏദാംബികാ മത്സരിണോപി ഹിംസകാ സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ പഞ്ചോഗ്രഭാശ്ചലചത്മകാരിണ ക്രൂരാക്പിശാചാ ഇവ നിർദയാശ്ച യേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ കായേന വാചാ മനസാപി പാതകം നിത്യം പ്രകുർവന്തി ഷഠാഹഠേന യേ പരസ്വപുഷ്ടാ മലിനാ ദുരാശയാ സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ തുംഗഭദ്രാതടേ പൂർവമഭൂത്പത്തനമുത്തമം യത്ര വർണ്ണാഃ സ്വധർമ്മേണ സത്യസത്കർമ്മ തത്പരാ ആത്മദേവ പുരേ തസ്മിൻ സർവവേദ വിശാരദ ശ്രൗതമസ്മാർത്തേഷു നിഷ്ണാദോ ദ്വിതീയ ഇവ ഭാസ്കര ഭിക്ഷുകോ വിത്തവാം ലോകേ
തത്പ്രിയാദുന്ദുലീ സ്മൃത സ്വവാക്യസ്ഥാപിക നിത്യം സുന്ദരീ സുകുലോദ്ഭവ ലോകവാർത്താരദാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയ ഏവം നിവസതോ പ്രേംണ ദമ്പത്യോ രമമാണയോ അർത്ഥാകാമാസ്തയോരാസൻ ന സുഖായ ഗൃഹാധികം പശ്ചാദ്ധർമാ സമാരബ്ധ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃ സദാ ധനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രി തതശ്ചിന്താതുരോ ഭൃശം ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗത മധ്യാഹ്നേ തൃഷിതോ ജാതസ്തടാകം സമുപൈവാൻ പീത്വാ ജലം നിഷന്നസ്തു പ്രജാ ദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗത ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതം പുരാ യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാതേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാ പൂർവജാസ്തോയം അവോഷ്ണമുപഭുഞ്ജതേ മദ്ധത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാ ദേവാദ്വിജാതയാ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാം ത്യക്തുമിഹാഗതാ ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ജാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ ബാല്യതേയാ മയാ ധേനു സാ വന്ദ്യാ സർവധാ ഭവേത് യോ മയാ രോപിതോ വൃക്ഷ സോപി വന്ദ്യത്വമാശ്രയേത് യത്ഫലം മദ്ഗൃഹായാതം തച്ഛ ശീഘ്രം വിനശ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ ഹിമതോ ജീവിതേന മേ ഇത്യുക്ത്വാ സരുരോധോശ്ചൈസ്തത് പാർശ്വം ദുഃഖപീഡിത തദാ തസ്യ യഥേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി തത്പാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതി പശ്ചാത് വിപ്രമോചേ സവിസ്തരം യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതിഃ വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം ശൃണു വിപ്രമയാ തേദ്യാ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധിതവാ പുത്രോ നൈവ ച സന്തതേ സഗരോ ദുഃഖം അവാപാംഗപുരാ തഥാ രേമുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാം സുഖം ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാം സ്വദഗ്രേ ശോകമൂർച്ഛിതഃ പുത്രാദിസഖഹീനോയം സന്യാസ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥം സരസോ ലോകേ പുത്രപൗത്ര സമന്വിതഃ ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സത്തപോധനഃ ചിത്രകേതുർഗതഃ കഷ്ടം വിധിലേഖ വിമാർജനാത് ന യാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ അതോ ഹഠേന യുക്തോസി ഹ്യർത്ഥിനം കിം വദാമ്യഹം തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇദം ഭക്ഷയ പത്ന്യാത്വം തതഃ പുത്രോ ഭവിഷ്യതി സത്യം ശൗചം ദയാദാനം ഏകഭക്തം തു ഭോജനം വർഷാവധി സ്ത്രിയാ കാര്യം തേന പുത്രോതി നിർമ്മലഃ ഏവമുക്ത്വാ യോഗി വിപ്രസ്തു ഗൃഹമാഗതഃ പത്ന്യാ പാണൗ ഫലം ദത്വാ സ്വയം യാതസ്തു പുത്രചിത് തരുണീ കുടിലാ തസ്യ സഖ്യഗ്രേ ച രുരോധഃ അഹോ ചിന്താ മമോത്പന്ന ഫലം ചാഹം ന ഭക്ഷയേ ഫലഭക്ഷേണ ഗർഭഃ സ്യാത്
गर्भेणोदरवृद्धिता स्वल्पभक्षं दतो शक्तिर्गृहकार्यं कथं भवेत् दैवाधानि व्रजेत् ग्रामे पलायेत् गर्भिणी कथं सुखवन्निवसेत् गर्भस्थं कुक्षेः कथमुत्सृजेत् तिर्यक्चेदागतो गर्भस्तदा मे मरणं भवेत् प्रसूतौ दारुणं दुःखं सुकुमारी कथं सहे मन्दायां मयि सर्वस्वं ननान्दा संहरेत् तदा सत्यशौचादिनियमो दुराराध्य स दृश्यते लालने बालने दुःखं प्रसूदाया च वर्तते वन्ध्या वा विधवा नारी सुखिनी चेति मे मति एवं कुतर्कयोगेन तद्फलं नैव भक्षितं पथ्या पृष्टं फलं भुक्तं चेति तयेरितम् एकदा भगिनी तस्या तद्गृहं स्वेच्छया गता तदग्रे कथितं सर्वं चिन्तेयं महदीहि मे दुर्बला तेन दुःखेन ह्यनुजे करवाणि किं साब्रवीन्मम गर्भोत्थितं दास्यामि प्रसूदिता तावत्कालं सगर्भैव गुप्ता तिष्ठगृहे सुखं वित्तं त्वं मत्पदेयर्यच्छ तदे दास्यति बालकम् षण्मासिको मृतो बाल इति लोको वदिष्यति तं बालं पोषयिष्यामि नित्यमागत्य ते गृहे फलमर्पयधन्वै त्वं परीक्षार्थं तु सम्प्रदं तत्त्वदाचरितं सर्वं तदैव स्त्रीस्वभावता अतः कालेन सा नारी प्रसूदा बालकं तदा आनीय जनको बालं रहस्ये दुन्दुलीं ददौ तया च कथितं भर्त्रे प्रसूदा सुखमर्पका लोकस्य सुखमुत्पन्नम् आत्मदेव प्रचोदयात् ददादानं द्विजादिभ्यो जातकर्मविधाय च गीतवादित्रघोषो भूत् तद्वारे मङ्गलं बहु भर्तुरग्रे ब्रवीद्वाक्यं तन्यं नास्ति कुजे मम अन्यस्तन्येन निर्दुःखा कथं पुष्णामि बालकम् मत्सुश्च प्रसूदाय मृतो बालस्तु वर्तते तमागार्य गृहे रक्षा साधैर्भं पोषयिष्यति पदिना तत्कृतं सर्वं पुत्ररक्षणहेतवे पुत्रस्य दुन्दुकारीति नाम मात्रा प्रतिष्ठितं त्रिमासे निर्गते जाथ साधेनु सुषुवेर्भगं सर्वाङ्गसुन्दरं दिव्यं निर्मलं कनकप्रभम् दृष्ट्वा प्रसन्नो विप्रस्तु संस्कारान् स्वयमादधे मत्वाश्चर्यं जना सर्वे ददृक्षार्थं समागताः भाग्योदयोऽधुना जाता आत्मदेवस्य पश्यता धेन्वा बालप्रसूदस्तु देवरूपीति कौतुकम् न ज्ञातं तत्यहस्यं तु केनाभिविधियो गतः गोकर्णं तं सुतं दृष्ट्वा गोकर्णं नाम चाकरोत् कियत्कालेन तौ जातौ तरुणौ तनयावुभौ गोकर्णपण्डितो ज्ञानी दुन्दुकारी महाखला स्नानसौचक्रियाहीनो दुर्पक्षी क्रोधवर्धितः दुष्परिग्रहकर्ता शवहस्तेन भाजनं चौर सर्वजनद्वेषी परवेश्मप्रदीपकः लालनायार्पकान् धृत्वा सत्यकूपेन पातयत् हिंसकः शस्त्रधारी च दीनान्धानां प्रवीडकः चाण्डालाभिरतो नित्यं पाशहस्ताश्वसङ्गतः तेन वेशाकुसङ्गेन पित्रं वित्यं तु नाशितम् एकदा पितरौ दाट्या पात्राणि स्वयमाहरत् तत्पिता कृपणप्रोच्छे धनहीनोरुरोधः वन्द्यत्तं तु समीचीनं कुपुत्रो दुःखदायकः
क्व तिष्ठामि क्व गच्छामि को मे दुःखं व्यपोहयेत् प्राणस्त्यजामि दुःखेन हा कष्टं मम संस्थितम् तदानीं तु समागत्य गोकर्णो ज्ञानसंयुधा बोधयामास जनकं वैराग्यं परिदर्शयन् असार खलु संसारो दुःखरूपी विमोहः सुतः तस्य धनं तस्य स्नेहवाञ्जलिदेनिशम् न चेन्द्रस्य सुखं किञ्चित् न सुखं चक्रवर्तिन सुखमस्ति विरक्तस्य मुनेरेकान्तजीविनाः मुञ्जाज्ञानं प्रजारूपं मोहदो नरके निबदिष्यन्ति देहोऽयं सर्वं त्यक्त्वा वनं व्रजा तद्वाक्यं तु समाकर्ण्य बिन्दुकामा पिता ब्रवीत् किं कर्तव्यं वने तात तत्त्वं वद सविस्तरम् अन्धतूपे स्नेहपाशे बद्धः पङ्गुरहं षट् कर्मणा पतितो नूनं ममोद्धर दयानिधे गोकर्णवाचा देहेऽस्ति मां सरुधिरेऽपि मदिं त्यजत्वं जायासुदादिषु सदा ममदां विमुञ्जा पश्यानिशं जगदिदं क्षणभङ्गनिष्ठं वैराग्यरागरसिको भवभक्तिनिष्ठः धर्मं भजस्व सततं त्यजलोकधर्मान् सेवस्य साधु पुरुषान् यहि कामतृष्णाम् अन्यास्य दोषगुणचिन्तनमाशु मुक्त्वा सेवाखदारसम् अहो निधरां पिबत्वम् एवं सुतोक्तिवशतो विग्रहं विहाय यादो वनं स्थिरमदर्गत 6 वर्षा युक्तो हरेरनुदिनं परिचर्ययासौ श्रीकृष्णमापनियतं दशमस्य पाठात् इति श्रीमद् पद्मपुराणे उत्तरखण्डे श्रीमद्भागवतमाहात्म्ये विप्रमोक्षो नाम 4र्थोऽध्यायः। ॐ सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। हरि ओम्। कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि। ॐ श्रीनारायणायेति समर्पयामि। करणचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधं विहितमविहितं वा सर्वमेदं क्षमस्य। जय जय करुणाब्धे श्रीमहादेव शम्भो। जय जय करुणाब्धे श्रीमहादेव शम्भो। ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം രമാക്ക, നന്ദി പ്രകടനം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങാണ്, അതുകൊണ്ടൊരു നന്ദി പ്രകടനത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാലും നമുക്ക് ആ ഒരു ചടങ്ങ് നിർവഹിക്കാം. അപ്പോ ഇവിടെ ഒരു വൈശാഖ മാസത്തിലെ ഒരു ഭാഗവത പാരായണത്തെ കുറിച്ച് നമ്മൾ പലരും സജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് അനുമതി നൽകിയ സമിതിക്ക് ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു കാര്യം പറഞ്ഞാലും സന്തോഷത്തോടെ നമുക്ക് ഒപ്പം നിൽക്കുന്ന ഗോപണ്ണനും അതുപോലെ സന്തോഷം പറയാണ്, നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാരായണീയ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ സാവധാനം ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഭാഗവത പാരായണത്തെ പറ്റി നമ്മൾ ചിന്തിച്ചത്. ഉടനെ തന്നെ നമ്മുടെ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചായിരിക്കണം ഇന്നരാക്ക അതിന് വളരെ പ്രയത്നിച്ചുകൊണ്ട് നമ്മളെയൊക്കെ പാരായണത്തിന് തയ്യാറാക്കി. ആ അക്കയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ അടുത്തതായിട്ട് ഭാഗവത കീർത്തനത്തിന് കേട്ടതും കേൾക്കാത്തതും പാതി എന്ന് പറഞ്ഞ നമ്മുടെ പഠിതാക്കളും ഓടി വരികയാണ്. അവര് ഇത് ഞങ്ങൾ ചെയ്തേ ഇരിക്കൂ എന്നുള്ള ഒരു
സാധിച്ചെടുക്കുന്നുള്ള ഒരു ചിന്തയോടാണ് ഓടിയെത്തി എല്ലാവരും തന്നെ പരിശ്രമിച്ച് ഇതൊക്കെ ഭംഗിയാക്കി നടത്തിയ പഠിതാക്കൾക്കും നന്ദി പറയാണ്. അതോടൊപ്പം നമ്മുടെ ശ്രോതാക്കള്, വക്താവ് മാത്രം പോരാ, ഏതൊരു പുരാണ പാരായണങ്ങൾക്കും ശ്രോതാക്കളാണ് മുഖ്യമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും അങ്ങേയറ്റത്തെ നന്ദി പറയാണ്. അവരാണ് നമ്മുടെ ഒരു സമ്പത്ത്. ശ്രോതാക്കൾ ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ യോഗബന്ധുക്കൾക്കും നന്ദി പറയാണ്. അങ്ങനെ ഈ ഒരു ഭംഗിയായിട്ട് ഈ ഒരു കാര്യം ഇവിടെ നിന്ന് സാധിച്ചെടുക്കാൻ സാധിച്ചു. ഇത് നമ്മുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഒരാളെ കൊണ്ട് ഒന്നും സാധിക്കില്ല. എപ്പോഴും കൂട്ടായ പ്രവർത്തനമാണ് വലിയ വിജയകരമായി തീരുന്നതെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. അതിനായിക്കൊണ്ട് എല്ലാവരും നമസ്കാര സ്ഥിതികളിൽ വരാം. കൈകൾ നമസ്കാരസ്ഥിതി, കണ്ണുകൾ മൃദുവായി അടച്ചുകൊണ്ട് നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.